ഈ വർഷത്തെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നാണ് സംവിധായകൻ ബ്ലസ്സിയുടെ ആടുജീവിതം. പൃഥ്വിരാജ് സുകുമാരൻ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം മാർച്ച് 28-ന് ലോകമെമ്പാടും റിലീസിന് തയ്യാറെടുക്കുകയാണ്. സിനിമയുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നത്. ആടുജീവിതം മറ്റ് സംവിധായകർക്ക് ഒരു മാനദണ്ഡമായിരിക്കും. അവരുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാൻ സംവിധായകർക്ക് എന്തും ചെയ്യാനാകുമെന്നതിന്റെ സാക്ഷ്യമാണ് ആടുജീവിതം സിനിമ. എനിക്ക് ബ്ലസ്സി സാറിനോട് അസൂയാണ്. അത്തരമൊരു ചിത്രം സംവിധാനം ചെയ്യുക എന്നത് എളുപ്പമല്ല. പക്ഷെ അദ്ദേഹം അത് ചെയ്തു. അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അക്കാലത്തെ ഏറ്റവും വലിയ സിനിമാക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. എന്നിട്ടും ഒരു പ്രൊജക്ടിനായി ഇത്രയും സമയം ചെലവഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. തന്റെ 100% സിനിമയ്ക്ക് വേണ്ടി നൽകിയെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. എല്ലാ സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുമ്പോഴും എന്റെ കഥാപാത്രത്തിന് 10% അധികമായി നൽകാമായിരുന്നു എന്ന് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്. എങ്കിലും ആടുജീവിതത്തിൽ എനിക്ക് സംതൃപ്തി തോന്നുന്നു. ഞാൻ എന്റെ പരമാവധി ചെയ്തുവെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. ആടുജീവിതമാകും മകൾ അലങ്കൃത കാണാൻ പോകുന്ന തന്റെ ആദ്യ സിനിമയെന്നും പൃഥ്വിരാജ് പറഞ്ഞു. തന്റെ ഒരു സിനിമ പോലും മകൾ ഇതുവരെ കാണിച്ചിട്ടില്ല. സ്ക്രീനിൽ അവൾ കാണുന്നത് അച്ഛനെ ആയിരിക്കും, നടനെയാകില്ല. അതുകൊണ്ടാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. ആടുജീവിതത്തിനായി ഡേറ്റ് നൽകുമ്പോൾ മകൾ ജനിച്ചിട്ടില്ല. മകളുടെ വളർച്ചയെല്ലാം ഈ സിനിമയ്ക്കൊപ്പമായിരുന്നു. ഭാവിയിൽ സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ അവൾ കണ്ടിരിക്കേണ്ടത് ആടുജീവിതമാകണമെന്നാണ് ആഗ്രഹമെന്നും പൃഥ്വിരാജ് പറഞ്ഞു. കുടുംബവുമായി പോയി സിനിമ കാണണമെന്നൊക്കെ ഞാൻ ആളുകളോട് പറയുമ്പോഴും പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ മകളെ എന്തുകൊണ്ടാണ് സിനിമ കൊണ്ടുപോയി കാണിക്കാത്തത് എന്ന്. അവൾക്ക് 9 വയസ്സേ ഉള്ളൂ. അവളുടെ സിനിമ കാണുമ്പോൾ അച്ഛൻ സ്ക്രീനിൽ എന്ന രീതിയിലേ കാണൂ. അതുകൊണ്ടാണ് ഇതുവരെ കാണിക്കാതിരുന്നത്. പക്ഷേ ഈ സിനിമ ഞാൻ അവളെ അഭിമാനത്തോടെ കാണിക്കുമെന്നും പൃഥ്വിരാജ് പറയുകയുണ്ടായി. ഈ ചിത്രത്തിന് വേണ്ടി വളരെ എഫേർട്ടുകളാണ് പൃഥ്വിരാജ് എടുത്തിരുന്നത്. പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് തന്നെയായിരിക്കും ആടുജീവിതം സിനിമ എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.